എന്തായാലും സസ്പെൻഷനിലായ ദിവസം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് താങ്കളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കിനും ആ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ആ പോസ്റ്റുകൾ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധാരാളം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനായിട്ട് കിട്ടും. ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ടു പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് റീസെൻ്റായിട്ട് കണ്ടൊരു സംഭവം താങ്കളുടെ പാസ്പോർട്ട് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഒരു സർക്കാർ ജീവനക്കാരനും സർക്കാർ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളും പാസ്പോർട്ട് പുതുക്കാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള NOC വേണമല്ലോ. അപ്പം ആ ഒരു NOC താങ്കൾക്ക് തന്നില്ല, താങ്കൾക്ക് പാസ്പോർട്ട് പുതുക്കാൻ സാധിച്ചില്ല. അത് കാരണം 1-2 പ്രോഗ്രാംസിന് പോകാനായിട്ട് പറ്റിയില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടിരുന്നു. അതൊക്കെ ശരിക്കും ക്രൂരതയല്ലേ? ലൈക്ക് യു ആർ നോട്ട് എ ക്രിമിനൽ. നിങ്ങളൊരു കോടതിയുടെ മുന്നിൽ ഒരു ക്രൈം ചെയ്തിട്ട് വിചാരണ നേടുന്നൊരു കുറ്റവാളിയല്ല, നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ ശരിക്കും വലിയൊരു ക്രൂരതയല്ലേ ഇത്രയൊക്കെ ചെയ്യുന്നേ? നമ്മൾ മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. നമ്മളൊക്കെ ലോ കോളേജിൽ പഠിക്കുന്ന ബേസിക് ഒരു കേസാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. എന്താണെന്ന് വെച്ചാൽ മനേകാ ഗാന്ധിയുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചതാണ് ആ കേസ്. അപ്പോൾ അന്ന് അതിൽ സുപ്രീം കോടതി പറഞ്ഞാണ് റൈറ്റ് ടു മൂവ് അറൗണ്ട് ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ പാസ്പോർട്ട് ചുമ്മാ അങ്ങനെ പിടിച്ചു വയ്ക്കാനോ ഇതൊന്നും ചെയ്യാൻ നിർവാഹമില്ല, അതൊരു ബേസിക് റൈറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. ഈ സുപ്രീം കോടതി വിധികളും അറിയാത്ത വ്യക്തികൾ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ കാണുന്നത്. കാരണം റുട്ടീനായിട്ട് നമ്മുടെ ഇപ്പം ഞാനും ഇത് ഓഫീസിലുണ്ടാകുമ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ പാസ്പോർട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ NOC എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റാണ്. നമ്മൾ 5 മിനിറ്റിൽ കൊടുത്തു വിടുന്ന മാറ്ററാണ്. ഇതിപ്പോൾ എത്ര മാസമായെന്ന് എനിക്കറിയില്ല, അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ കാണിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫയൽ കൈ കിട്ടുമ്പോൾ അതിലെങ്ങനെ ഉപദ്രവിക്കാം എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന വ്യക്തികൾ അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ ഇത് സ്വാഭാവികമാണ്. ഓക്കെ, പാർട്ട് ഓഫ് ദ ഗെയിം. ഇപ്പോൾ ചില ട്രിപ്പുകൾ മിസ്സായി. ട്രിപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു, അതുമാത്രമാണ് ചെറിയൊരു ഇതുണ്ടായിരുന്നത്. കാരണം നമ്മൾ സ്കൂളിൽ എല്ലാവരും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് കൊളംബോയിൽ കൂടിയത്. ദാറ്റ് ഐ മിസ്ഡ് ഔട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുമ്പോഴത്തേക്കിനും ഇത് പല ആൾക്കാരും പല രീതിയിലെടുക്കും. ഇത് ആക്ച്വലി ഇപ്പം ഇവർ തമ്മിലുള്ള ഇഷ്യൂ സിസ്റ്റവുമായിട്ടുള്ള ഒരു പ്രോബ്ലം, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരിക്കുന്നതാണ്. സോ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് മറുഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐ ഓൾസോ ഇൻവൈറ്റ് അതർ പീപ്പിൾ ഓൾസോ. കാരണം ഓഫ് കോഴ്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അവർക്ക്. ഇൻഫാക്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഡോക്ടർ ജയതിലകം ഏത് മാളത്തിലാണെന്ന് എനിക്കറിയില്ല. ഈസ് ടോട്ടലി ലൈക്ക് അവോയ്ഡിങ് എനി ഡിസ്കോഴ്സ് വിത്ത് മീഡിയ ചോദിക്കാനും പോകുന്നില്ലല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് വളരെ അബലനും അല്ലെങ്കിൽ വളരെ ഈ പദമുള്ളിടം പാതാളം എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ കോലും കുത്തിക്കൊണ്ട് പോയി ചോദിക്കുന്നത് കാണാം. താങ്കൾ വീണ്ടും വീണ്ടും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഫാക്ട് പറയണമല്ലോ. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മാധ്യമക്കാർക്ക് വിഷമം വരും. എല്ലാവർക്കും ഫാക്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം വന്നിട്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചു? ഏതെങ്കിലും ഒരു മീഡിയ ഹൗസും മൈക്കും കൊണ്ട് പോയി ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? കാണില്ല. കാരണം ഇതിൽ പല സീനിയർ മീഡിയ പേഴ്സണലും ഇവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകളും ഒക്കെ ഇറ്റ്സ് നൗ ഇൻ ഹിസ് കൺട്രോൾ. സോ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സാധനമുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ഹിം സ്പീക്ക് ഔട്ട്. ഇപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് വായ തുറന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. വാട്ട് ഹി ഹാസ് ടു സേ ഓൺ ഓൾ ദിസ്. കാരണം ഐ നോ ഹീസ് എംബാരസ്ഡ്. ഇതൊന്നും പിടിക്കപ്പെടും എന്ന് അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ച് കാണില്ല, തിരിച്ച് സംസാരിക്കുമെന്ന് വിചാരിച്ച് കാണില്ല. കാരണം ഇദ്ദേഹത്തിന് ഒത്തിരി വിക്ടിംസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളവരുണ്ട് ഹു ഓൾ ലൈക്ക് ടുക്ക് ഇറ്റ് ലൈക്ക് അങ്ങനെ അങ്ങ് സഹിച്ചു പോയ ആൾക്കാരാണ്.